ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഏലക്ക ഉണങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന വാഷറിലേക്ക് ഏലക്കേനെ ഇടുകയാണ്. കുളിച്ച് കുട്ടപ്പനായിട്ടൊന്ന് സെറ്റപ്പായിട്ട് വരട്ടെ. ഈ കാണുന്നത് പൗഡറല്ല കേട്ടോ, ഇത് സോഡാ പൊടിയാണ്. ഈ സോഡാ പൊടി ഇടുന്നത് നമ്മൾ ഏലക്ക കളക്ട് ചെയ്യുമ്പോൾ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നൊക്കെയല്ല വരുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സോഡാ പൊടി ഇട്ട് വാഷറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വാഷറിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട്, നല്ല വൃത്തിക്ക് ക്ലീനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്ന ചേച്ചിയാണ് കേട്ടോ അതിൻ്റെ ഓപ്പറേറ്റർ. അതിനുശേഷം ഒരു നിശ്ചിത ടൈം വരെ നമ്മൾ ഏലക്ക വാഷറിൻ്റെ അകത്ത് കഴുകിയെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം നമ്മൾ നന്നായിട്ട് തളിച്ച് കൊടുക്കണം. നല്ല വൃത്തിയായിട്ടും ക്ലീനായിട്ടും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കിക്കോ, ഈ കാണുന്ന ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ കഴുകിയ ക്ലീനായിട്ടുള്ള ഏലക്ക കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏലക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഏലക്ക നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ കഴുകി വൃത്തിയാക്കിയ ഏലക്കയുടെ കാര്യമാണല്ലേ. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇവരെങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ഈ ചേട്ടൻ കാണിക്കുന്ന ഡ്രയറിലേക്കാണ് ഈ കഴുകി വൃത്തിയാക്കിയ ഏലക്ക പോകുന്നത്. ചേട്ടനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത ഡ്രയറിൽ നിശ്ചിത ടെമ്പറേച്ചറിൽ നമ്മൾ ഏലക്കേനെ ചൂടാക്കിയാണ്. നമുക്കിനി ഈ ഡ്രയറിൻ്റെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് കാണാം. ഇതാണ് കേട്ടോ ഡ്രയർ പ്രവർത്തിക്കുന്ന മെഷീൻ. അതിൻ്റെ ഉൾഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിശ്ചിത ടെമ്പറേച്ചറിന് ശേഷം ഏലക്ക ഈ കാണുന്ന പരുവത്തിൽ ഉണങ്ങി നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇരിക്കുക. ഈ കാണുന്ന വിറകൊക്കെ അത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഡ്രയർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഈ രൂപത്തിൽ കിട്ടും. അപ്പം പറ, ഏലക്കയുടെ യാത്ര വെയിലത്തും മഴയത്തും കനൽ ചൂളയിലുമെല്ലാം കിടന്നു വരുന്നതല്ലേ. അപ്പം ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് പറയുന്ന പട്ടം അങ്ങ് ചുമ്മാ കിട്ടിയതല്ല.